Magical Circus. Grand Magical Circus in the episode like Ella Manya Prekshakarkum Swagadam. മുത്തേ ഇപ്പൊ ഞാൻ പെട്ടിരിക്കുക. എന്തു പറ്റി? ശ്രിത ശൃംഡ ശൃംഡ ശ്രിത അതെ ശൃംഡ അതെ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പേരുകളാണ്. എല്ലാവരും പറയും ഭയങ്കര ടഫാണ് ശ്രിത എന്ന് പറയാൻ, ശൃംഡ എന്ന് പറയാൻ. ചിലവര് ശ്രദ്ധ എന്ന് പറയുന്നു. നാക്ക് വടിച്ചാൽ, സ്ഥിരമായി നാക്ക് വടിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ഇത് ഇത്ര വലിയ ഗുരുതര പ്രശ്നമല്ല. നമുക്കത് പിന്നെ പറഞ്ഞ് അല്ലെങ്കിൽ അതെ ശ്രിത അതൊക്കെ നമുക്ക് പിന്നെ പറഞ്ഞു. കുട്ടിയെ ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ആ കുട്ടിയെ. ഓക്കേ, ഏത് കുട്ടിയെ? ശ്രിത ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. സച്ചിൻ ടെണ്ടുൽക്കറിനെ അറിയാത്ത മലയാളി കുട്ടിയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രിന്ദ സ്വാഗതം സ്വാഗതം ശ്രിന്ദ മോളെ സ്വാഗതം. ഇത് ആരാന്നറിയോ? പിന്നെ എന്നോടാണോ ചോദിക്കുന്നത്? എനിക്കത് പോയ എന്റെ പെങ്ങളാ. ആണോ? അതെന്താ? ഫുഡിനോടുള്ള ആക്രാന്തം കാണുമ്പോ എനിക്കറിയാം കൃത്യമായിട്ട്. അത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. അല്ല, ഞാൻ പറയട്ടെ, ഈ അടുത്ത് ദിണ്ടുകല്ലിലേക്ക് ബൈക്കിൽ പോയിട്ട് തലപ്പാക്കട്ടി ബിരിയാണി കഴിച്ചിട്ട് വന്നു. എന്തോ ഓളാന്ന് ആലോചിച്ച് നോക്ക്. ജനിക്കാതെ പോയ എന്റെ പെങ്ങളാണ്. അതും ബൈക്കൊക്കെ ഓടിച്ച്. ബൈക്ക് ഞാൻ ആദ്യം തന്നില്ല. ഈ ദിണ്ടിഗല് വരെ എന്ത് കഴിക്കാനാ പോയത്? തലപ്പാക്കട്ടി ബിരിയാണി. ബിരിയാണി ഒക്കെ ആണെങ്കിൽ എന്നോട് പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തന്നെ. തലപ്പാക്കട്ടി ബിരിയാണി അങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല മോളെ. അത് അവിടെ പോയി തന്നെ കഴിക്കണം. ഇത് കുക്കറി ഷോ അല്ല, ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് ആണ്. അച്ചാറിന്റെ ഒരു വലിയ ആരാധികയാണ്. ആരെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാരെങ്കിലും ശതാവരിയുടെ അച്ചാറോ അല്ലെങ്കിൽ പിന്നെ അമ്പഴങ്ങ അച്ചാറോ ഉണ്ടെങ്കിൽ കൊടുക്കണം. ഭരണി കണക്കിന് തിന്നോളൂ. ലോകത്ത് ഇത്രയും അച്ചാർ കണ്ട ആക്രാന്തമുള്ള മനുഷ്യജീവിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സുസ്വാഗതം ഈ ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്. എനിക്ക് ഇപ്പോഴും ഇഷ്ടപ്പെട്ടു ഈ ഇൻട്രൊഡക്ഷൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഓഹോ, എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? നമ്മുടെ കലക്കി എങ്ങനെ ചെറുപ്പത്തിൽ സർക്കസ് കാണാൻ പോയിട്ടുണ്ടോ? ഞാൻ ലൈഫിൽ ഞാൻ പോയിട്ടില്ല സർക്കസ്. നന്നായി ഇന്ന് കാണാം. ഇന്ന് അപ്പൊ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ അതുണ്ട്. ഈ മാജിക് ആണെങ്കിലും നമ്മള് സിനിമയിൽ കൂടി കാണാറുണ്ട്, ടി വിയിൽ എന്തെങ്കിലും വരുമ്പം കാണാറുണ്ട്. അതിന്റെ അപ്പുറത്തേക്കുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പം ഭയങ്കര ഒരു എന്താ പറയുക, പ്രിവിലേജ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഇത്തരം ഒരു സ്റ്റേജിൽ ഇങ്ങനെ വന്നിരുന്ന് ഇത്രയൊക്കെ എന്നെ പൊക്കി ഇരുത്തി എനിക്ക് ഇത്രയും ക്ലോസ് ആയിട്ട് അത് ഫ്രണ്ടയോട് മനസ്സിലാവുന്ന ഒരു ഭാഷ പറഞ്ഞുതരാം. അവിടെ പോയിട്ട് വായും തുറന്നിരുന്നാ മതി. ശരിക്കും മാജിക് മിഠായി ആയിട്ട് ഉരുട്ടി അതിൻ്റെ കൂടെ സർക്കസിൽ പൊതിഞ്ഞ് അതിൻ്റെ കൂടെ കുറച്ച് കോമഡി മധുരവും ചേർത്ത് കുറച്ച് ഡാൻസിന്റെ എനർജിയും ചേർത്ത് വായിലേക്ക് ഉരുട്ടി. അതാണ് ഫുഡിന്റെ ആൾക്കാരോട് ഇങ്ങനെ വേണം സംസാരിക്കാൻ. എങ്ങനെയുണ്ട്? അപ്പോ ഈ മിടുക്കിയെ നമ്മുടെ സീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലേക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
മൃഗങ്ങളുടെ വായി വെക്കുന്നതാണോ എന്റെ വായി കൊണ്ടുവയ്ക്കുന്നത്? അയ്യോ, ഇവിടുത്തെ മൃഗങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്നും പല്ലും തെക്കും കുളിക്കുകയും ചെയ്യും. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്ക് ചെല്ലിക്ക, അവനെ പോയി ഇടിക്കുക. നിങ്ങൾ എന്താണിക്ക നോക്കിക്കണത്? അവനെ പോയി ഇടിക്കുക. യോന സാർ വരുന്നു നമ്മളെയൊക്കെ ചിരിപ്പിക്കാനായി, ചിന്തിപ്പിക്കാനായി, മാജിക്കുകളുമായി. യെസ്, തമിഴ്നാട്ടിൽ നിന്നും മജീഷ്യൻ യോന.
சார் Oh my god. ரொம்ப ரொம்ப பிரமாதம் சார். ரொம்ப பிரமாதமா இருக்கு. തമിഴ് അത്ര അറിയില്ല. അല്ല മലയാളം സാറ് നന്നായിട്ട് എല്ലാവർക്കും നമസ്കാരം. നന്ദി, സ്വാഗതം. കലശേട്ടാ, ഞാൻ കുറെ നാളായിട്ടൊരു മാജിക്കിന്റെ പാർട്ടാണെന്ന് ഇങ്ങനെ വിചാരിക്കായിരുന്നു. സാർ അവിടെ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. പക്ഷെ ഞാൻ ഡാൻസ് ഒക്കെ ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു? പക്ഷെ ലാസ്റ്റ് ആ വെള്ളം ഞാൻ വിചാരിച്ചു എന്റെ തലയിൽ, കാരണം ബാക്കി ഇനി ഷൂട്ടുള്ളതാണല്ലോ. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വെള്ളമൊക്കെ വീണ ഫുൾ കഴിയും അതോടുകൂടി. പക്ഷെ ഞാൻ ഞെട്ടിപ്പോയി, അതിൽ വെള്ളമില്ല. അത് ഐസാക്കി മാറ്റി. ഐസാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അത് ഒരു എല്ലാവരും വാട്ടർ ரொம்ப கேர்ஃபுல்லா யூஸ் பண்ணணும். இல்ல 1 இயர்ல வேர்ல்ட்லயே வாட்டர் இருக்காது. അതാണ് അതിലെ മെസ്സേജ്. മാജിക് ഞാൻ ആക്ച്വലി അങ്ങനെ ഭയങ്കര മാജിക് ഒന്നും ലൈഫിൽ കണ്ടിട്ടൊന്നുമില്ല. ഇപ്പൊ ഇതെനിക്കൊരു ഈ ഒരു സ്പേസ് എനിക്ക് അതൊരു ഭയങ്കര ഒരു പുതിയൊരു കാര്യം അടുത്ത് കാണാൻ, അതായത് നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട്, നമുക്ക് അറിയാം ഒക്കെ ഉണ്ട്, പക്ഷെ അടുത്തുള്ളൊരു എക്സ്പീരിയൻസ് ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ട് എനിക്കിരുന്ന് കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായില്ല. അത് മാത്രമല്ല, എന്താ പറയുക, മാജിക് എന്ന് വെറുതെ ഒരു മാജിക് അല്ല, ശരിക്കും ആക്ച്വലി ഒരു കോമഡി ആക്ട് ആണ്. അതില് അത് കാണുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം, നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ട്, ഫുൾ ഓൺ ഹാപ്പിനെസ് ഉണ്ട്. ആ ചാർലി ചാപ്ലിൻ മൊമെന്റ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ ഭയങ്കര ഹാപ്പിനെസ് ആണ് ഫുൾ ഇത് കാണുമ്പോൾ. ഒരു സർപ്രൈസ് കുട്ടി അല്ലെ, നമ്മുടെ ഉള്ളിലുള്ള ഒരു ചൈൽഡിഷ് നേച്ചർ നമുക്കിങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ്. അടുത്തത് മാജിക് ആണോ? ഞാൻ അവിടെ ഇരിക്കുമ്പോ എന്റെ അടുത്ത് ചോദിച്ചു, അടുത്ത് മാജിക് ആണോ വരുന്നത്? ഞാൻ പറഞ്ഞ അതേന്ന് പറഞ്ഞപ്പോ അവള് അതായത് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എല്ലാവരെയും ചിരിപ്പിക്കുന്നതിനോടൊപ്പം യോനസാറും ചിരിക്കുകയാണ്. യോനസാറ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഡൗൺ ടു എർത്ത്, അതിനും താഴെയാണോ എന്ന് നമുക്ക് തോന്നിപ്പോ. അത്രയും ഡൗൺ ടു എർത്ത് ആണ്. ആ ക്യാരക്ടറിന് മുന്നിൽ നമ്മൾ നമിക്കുന്നു എല്ലാവരും. ഇപ്പൊ യോന ഹാപ്പിയാണോ സാർ? യോന ഹാപ്പി. After long time I will perform on TV show. Really I am today very very happy. എല്ലാവർക്കും അമൃത TV ലിരിക്കൂടെ അത്തனை പേർക്കും താങ്ക്സ്. ഇന്നലെ ഞാൻ ഓഫീസിരിക്കുമ്പോൾ ഈ പാമ്പ് പോയിട്ട് വേറെ 5-6 പാമ്പായിട്ട് വന്നിരിക്കുക. എന്നിട്ട് എന്നോട് പറയാം, അങ്ങളെ ഞങ്ങളെയും മയക്കങ്ങളെ, ഞങ്ങളെയും മയക്കങ്ങളാ. നാക്ക് നീട്ടിക്കൊണ്ട് എൻ്റെ ഒരു വരവാ. എന്താ സംഭവം? സംഭവം അറിയോ? ഇവന്മാരെല്ലാം മയക്കുമരുന്നിന് അടിമകളാന്ന്. పేరంటే తెలియనోళ్ళు లేరే జాని, వయసు లెక్క సీక్రెటు గాని నన్నడగమాక అంటాంది జారేవోణి. ఉన్న పళ్ళం సొగసంతా ఇద్దామని, సన్న జాజి పండగలే చేద్దామని ఎతికి చూస్తాన్నా యాడున్నాడని, నా ఫిగురు ఫుల్ ఖుష్ అయ్యే పొగరున్నోణ్ణి. బ్లాక్ బస్టర్ నే చేస్తే నీ లైఫ్ బ్లాక్ బస్టర్.
ഇവിടെ കയറി വാടാ ഇങ്ങോട്ട്. ഇവിടെ ഒരു കാര്യം പറഞ്ഞാണല്ലോ അത് കേൾക്കാൻ പഠിക്കണം കേട്ടോ. ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് ചെയ്യാൻ പഠിക്കണം. ഞാൻ ഇവിടുത്തെ ഡോക്ടറാണോ? അതെ. ഞാൻ നിങ്ങളോട് കാര്യം ആവശ്യപ്പെട്ടോ? എന്നെ കാര്യം? ഒരു ഏണി വേണം എത്ര നേരം കൊണ്ട് പറയുന്നത് ഏണി താന്നു. നിങ്ങൾ ഡോക്ടറല്ല, തെങ്ങി കയറാമെന്നല്ലോ ഇവിടെ. എന്നോട് തമാശ പറഞ്ഞിട്ടുണ്ട്. കാലം വരെ ഞാൻ നെൽത്തടിക്കില്ല. നിന്നോടൊക്കെ പറയുന്നത് കേട്ടാ മതി, തിരിച്ചുകൂടെ പറയാൻ നിൽക്കണ്ട. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? നിങ്ങൾ മൃഗഡോക്ടറാണോ? ആ അതെ. പിന്നെ ഈ ഏണി എന്നാത്തിനാന്നേ? എടാ ഏണി കിട്ടിട്ട് കാര്യങ്ങളുണ്ടെന്ന്. ഈ പുള്ളി ഇപ്പൊ ലോക ഏണിയോ? എന്താ പ്രശ്നം? എന്റെ സാർ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് രണ്ടുപേർക്ക് വാ. പോയി ഏണി വെച്ച് പോ. തലമുടി ഇവിടെ പറഞ്ഞോളാം. ഇവിടെ ലോക ഏണിയോട്ടോ. ചെരിപ്പൂരി വേണ്ട എങ്കിൽ വരൂ. എന്നോട് കളിക്കാൻ പറഞ്ഞ ഹലോ. ആകെ ഇത്ര നിങ്ങളുള്ളവൻ. എന്താ പ്രശ്നം? ചേട്ടാ എന്താണ് പ്രശ്നം? സംഭവം ഒരു ഏണി ആവശ്യമുണ്ട്. ഒരു 2 നില കെട്ടിടത്തിന്റെ വലിപ്പമുള്ള ഒരു ഏണി കിട്ടിയാൽ വളരെ ഉപകാരം. അയ്യോ, ചെറിയൊരു ഏണി അവിടെ ഉണ്ടല്ലോ. ചെറുത് വേണ്ട, ചെറുത് കിട്ടിയാൽ പറ്റത്തില്ല. 2 നിലയുള്ള ഏണിയൊക്കെ ഇത് ടെന്റ് കെട്ടിക്കഴിഞ്ഞാൽ അവര് കൊണ്ടുപോയി. പക്ഷെ ഏണിയില്ലാതെ പറ്റത്തില്ല. എന്തിനാ ഈ ഏണി? അത് ഇവിടുത്തെ ജിറാഫിനെ ഭയങ്കര ജലദോഷം. അപ്പൊ തുള്ളിമരുന്ന് മൂക്കിനകത്ത് ഒഴിച്ചു കൊടുക്കണം. അത് ഏണിയില്ലാതെ പറ്റത്തില്ല. അതായി അതെ. എന്തെങ്കിലും ചെടിയോ എന്തെങ്കിലും ഇങ്ങനെ താഴെ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ മൂക്ക് ഇങ്ങനെ താഴെ വരുമല്ലോ. ആ സമയത്ത് ഇങ്ങനെ ഒഴിക്കരുതോ? ആ സമയത്ത് മൂക്കിനകത്ത് ഒഴിക്കാനോ? പറയുന്നത് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഈ ജിറാഫിന് ഇതുപോലെ മൂക്കിൽ ഒഴിക്കാൻ വേണ്ടി ഇത് കുനിഞ്ഞ് നിന്നപ്പോൾ ഞാൻ പെടലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടി നിന്നതാ. ഇതങ്ങ് നിവർന്നു. ഞാൻ മണ്ടയില്ലാത്ത എങ്ങനെ വെളി ഇരിക്കുന്നവർ ഇരിക്കുമല്ലോ. പിന്നെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് വന്ന എന്നെ നിലത്തിറത്തേക്ക് ഇറക്കിയത്. ഇവിടത്തെ എനിക്ക് സാഹസികത കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. സത്യമാണോ ഈ പറയുന്നത്? ഇത് നമ്മുടെ സിനിമയിലൊക്കെ. നമസ്കാരം. ഞാൻ ഇവിടുത്തെ ഡോക്ടറാണ്, മൃഗഡോക്ടർ. അവിടുത്തെ മൃഗഡോക്ടർ എന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ സർക്കസിൽ ആർക്കെങ്കിലും ഒരു പനി ഉണ്ടെങ്കിൽ പുള്ളി കണ്ടുപിടിക്കും. അത് മനുഷ്യർക്കും പുള്ളി ചികിത്സിക്കും. പക്ഷേ സമയം മനുഷ്യരെ മൃഗത്തിനെ. പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം വിദേശത്തൊക്കെ പോയി പഠിച്ചിട്ടുള്ള ലണ്ടൻ. പിന്നെ വടക്കേന്ത്യയില് ഞാൻ വടക്കേന്ത്യ ഭാഗത്തൊക്കെ. പിന്നെ ഇദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം മൃഗങ്ങളെ ചികിത്സിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ അതല്ല. പനി വന്നാലൊക്കെ ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അതിനെ. അറിയാം. ചെറിയ തലവേദന പനി ഉള്ള പോലെ തോന്നുന്നല്ലോ. ഇല്ല, ഉണ്ടോ? ചെറിയൊരു ചൂടുണ്ടല്ലോ. ഒന്ന് നോക്കി. ഒന്ന് വാ വിളിച്ചേ. മിണ്ടരുത്. 10 മിനിറ്റ് മിണ്ടരുത്. ഞാൻ ആ കൊച്ചിനോട് മിണ്ടരുത്, സംസാരിക്കട്ടെ. ചുമ്മാ കേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇത്ര നേരം പനിയൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് എന്താ പറ്റിയെന്ന്. അടങ്ങി വളർന്നോളൂ. അതെ, അല്ലെങ്കിൽ എന്നെ പോലും ഒന്നും സംസാരിക്കാൻ സമ്മതിക്കാറില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങിക്കോളും. മാജിക് സർക്കസ് 1950 ഹൈദരാബാദ് എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് അരച്ചു കലക്കി പഠിച്ചിട്ട് വന്നേക്കാം. ഞാനിത് കണ്ടോണ്ടിരിക്കും. അതിലൊരു പണി കൊടുത്തത്. അതെ, ഞാനിങ്ങോട്ട് പോരുന്ന വഴിക്ക് അവിടെ ഒരു കരടി ഇങ്ങനെ ഇരിക്കുക. അതെന്താ പറ്റി? ഭയങ്കര പല്ലുവേദന അതിന്. അതെങ്ങനെ ചേട്ടന് മനസ്സിലായി? അതിന് ഇങ്ങനെ കാണിക്കുമല്ലോ, ഇങ്ങനെ കാണിക്കുമ്പോൾ അറിയാം പല്ലുവേദനയാണെന്നറിയാം. പല്ലുവേദന വന്നു കഴിഞ്ഞാൽ നല്ല പനി ഉണ്ടാകും. ഞാൻ ഉടനെ തന്നെ നന്നായിട്ട് പരിശോധിച്ചിട്ട് ഈ ഇരിക്കുന്ന തെർമോമീറ്റർ വായി വെച്ച് നോക്കിയപ്പോൾ 52 ഡിഗ്രി പനി. അതാണ് എന്റെ വായിൽ കൊണ്ടുവച്ചത്. തുപ്പിക്കളഞ്ഞു. എന്നാ പരിപാടി കാണിക്കുന്നത്? കഴുതപ്പലിക്ക് വെച്ച് കൊടുക്കാനുള്ള പനിയുണ്ടോ നോക്കാനുള്ള. അത് തുപ്പിക്കളഞ്ഞു. മൃഗങ്ങളുടെ വായി വെക്കുന്നതാണോ എന്റെ വായി കൊണ്ടുവയ്ക്കുന്നത്? അയ്യോ, ഇവിടുത്തെ മൃഗങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്നും പല്ലും തെക്കും കുളിക്കുകയും ചെയ്യും. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല, ഇത് എന്തോ ഒരു സുഖമില്ലായ്മ പോലെ ഉണ്ടല്ലോ. ഒരു കുഴപ്പമില്ല. തലവേദന വല്ലോ? ഒരു പ്രശ്നമില്ല. അല്ല, തലവേദന ഉണ്ടോ ചോദിച്ചാൽ ഈ പുള്ളി കൊണ്ടാണോ ചോദിച്ചത്? ഇല്ല, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ കണ്ടിട്ടെന്തോ ഒരു പന്തികേട് പോലെ ഉണ്ട്. അല്ല, എനിക്കൊരു കുഴപ്പമില്ല. ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് മറ്റൊന്നുമില്ല. ഒരു കാര്യം പറഞ്ഞത്, ഈ ദൈവത്തിനോടും ഡോക്ടറിനോടും സത്യം മാത്രമേ പറയാവൂ. കള്ളം പറയരുത്. എന്താ കള്ളം പറഞ്ഞാല്? അതിന് കഥയുണ്ട്. ഈ ദൈവത്തിനോട് കള്ളം പറഞ്ഞാൽ ദൈവം എന്ത് ചെയ്യുന്നറിയോ? നേരെ ഡോക്ടറിനേക്ക് പറഞ്ഞു വിടും. ഈ ഡോക്ടറിനോട് കള്ളം പറഞ്ഞാൽ ഡോക്ടർ എന്താ ചെയ്യുന്നത്? നമ്മളെ നേരെ ദൈവത്തിന് അടുക്കിലൊക്കെ പറഞ്ഞു വിടും. അതുകൊണ്ട് അവിടെ മാത്രം കള്ളം പറയരുത്. അതേ പറഞ്ഞത്. അപ്പോൾ ഈ അസുഖത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ മൂർഖൻ പാമ്പിനെ ഇത് വല്ലാത്തൊരു അസുഖം. എന്താണെന്നറിയാമല്ലോ, ഉടനെ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. ഓപ്പറേഷനോ? അപ്പൊ വേദനിക്കില്ലേ? അല്ല, വേദനയ്ക്ക് നമ്മൾ മയക്കിട്ടില്ലേ ഇതിനെ ഓപ്പറേഷൻ ചെയ്യുന്നത്. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് പറഞ്ഞു വിട്ടു. മയക്കത്തിന്റെ പേര് പറയില്ല, എന്താണ്? അത് ചെയ്തപ്പോ അടിപൊളിയായിട്ട് ഓപ്പറേഷൻ ചെയ്ത് പറഞ്ഞു വിട്ടു. ഇന്നലെ ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഈ പാമ്പ് പോയിട്ട് വേറെ 5-6 പാമ്പായിട്ട് വന്നിരിക്കുക.
എന്നിട്ട് എന്നോട് പറയാ ഞങ്ങളെ മയക്കങ്കിള് ഞങ്ങളെ മയക്കങ്കിള നാക്ക് നീട്ടിക്കൊണ്ട് എൻ്റെ ഒരു വരവാ. സംഭവം അറിയോ, ഇവന്മാരെല്ലാം മയക്കുമരുന്നിന് അടിമകളാന്നേ. അല്ല ചേട്ടാ, അതിന് പാമ്പ് മയക്കുമരുന്നൊക്കെ കഴിക്കോ? പിന്നെ മയക്കുമരുന്നോ, കള്ള, കഞ്ചാവ് എന്ന് വേണ്ട എല്ലാ ലഹരിയും ഇത് ഉപയോഗിക്കും. ആ എന്താ അതല്ല ഇങ്ങനെ കിടന്നാണെന്ന് ഇങ്ങനെ എന്നിട്ട് കൊത്താൻ പറ്റിങ്ങനെ അങ്ങോട്ടേക്ക് കാണിച്ചൂടെ? പാമ്പ് കൊത്താൻ വന്നല്ലേ, കൊച്ചനെ എന്നെ പേടിച്ചു കൊടുത്തു. ഭയങ്കര പേടി. പാമ്പല്ലല്ലോ, മനുഷ്യനല്ല, അതാ പേടിച്ചത്. ഇതുപോലെ ഇത് പറഞ്ഞപ്പോഴാ ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ സർക്കസ് ഇല്ലാത്ത സമയത്ത് നമ്മുടെ അടുത്ത് തോടിൻ്റെ കരയിൽ ഞാൻ ചെറിയൊരു പെഗ്ഗൊക്കെ എടുത്ത് വെച്ചു. കാരണം റിലാക്സ്, നല്ല കാറ്റ് അവിടെ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അവിടെ നിന്ന് ഒരു പെഗ്ഗൊക്കെ അടിച്ചിട്ട് ചൂണ്ടയിട്ടുണ്ട്. ഒരു തവളയില്ല, കുഞ്ഞു തവളയിൽ ഇങ്ങനെ കോർത്തിട്ട് ചൂണ്ടയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക. ഒരു പെഗ് എടുത്ത് അടിക്കും, ഒത്തുന്നുണ്ടോ നോക്കി, ഇല്ല. വെച്ചിരിക്കുമ്പം ഒരു നീർക്കോലി അറിയാം, ഒരു പാമ്പ്, അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇടഞ്ഞിങ്ങനെ വന്നിട്ട് എന്നെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ വെക്കുക. എനിക്ക് രോഗം മനസ്സിലായി. തവളെ പിടിക്കാൻ വന്ന ഞാനിട്ടിരിക്കുന്ന തവളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുവോ അളിയൻ. തവള ഒരുപാടുണ്ടോ? അല്ലെന്ന് ഞാൻ ചൂണ്ടക്കോർത്തിട്ടിരിക്കല്ലേ തവള. അത് ഒരുപാടുണ്ടോ? എന്റെ 2-3 ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ഈ സ്മോൾ ഒരു അടപ്പിനകത്ത് ശാലം എടുത്തിട്ട് എന്റെ വായിലോട്ട് ഒഴിച്ചാൽ കൊടുത്തു. പാമ്പിന്റെ പാമ്പ് ഇത് ഇങ്ങനെ കുടിച്ചിട്ട് മുങ്ങി ഒരു പോക്കങ്ങ് പോയി. ശല്യം തീർന്നുള്ള പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പം തവളയില്ല, എനിക്ക് വേറെ ഇല്ലല്ലോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 10-15 പാമ്പുമായിട്ട് ഇങ്ങനെ വരുന്നു. അതിൻ്റെ ഓരോന്നിൻ്റെ വായിൽ ഓരോ തവള ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് പറയാം, പറ്റുമെങ്കിൽ 2 പേർക്കൂടെ താസാരേന്നു. സത്യം നടന്ന സംഭവം, ഇത് നടന്ന സംഭവം. വിശ്വസിക്കാൻ പറ്റല്ലേ? എന്നാ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയട്ടെ. ഇവിടുത്തെ പുലി പെറ്റായിരുന്നു, അറിഞ്ഞായിരുന്നോ? ആ പുലി പ്രസവിച്ച്, ഇവിടുത്തെ പുലി പ്രസവിച്ച്. പിന്നെ സുഖപ്രസവം, 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. വളരെ സുഖമായിട്ടിരിക്കുകയാണ് പുലി. ഞാൻ വരുന്ന വഴിക്ക് പുലി ഒന്ന് കാണാൻ കയറി. വരുമ്പോൾ ചീറ്റപ്പുലി ഒരൊറ്റ വരവ് എൻ്റെ കയ്യിലോട്ട്. അന്നേരം എനിക്ക് മനസ്സിലായത്, എടാ ഇത് ശരിയല്ല, ഇത് കാണിച്ചത് ഞാൻ വളരെ തെറ്റാണല്ലോ എന്ന് വിചാരിച്ചു പോയത്. സാധാരണ പ്രസവം കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾ പ്രസവിച്ച് കഴിഞ്ഞാൽ ഈ തള്ളയും കൊച്ചിനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുപോകും. എൻ്റെ പൗഡറോ സോപ്പോ പൊട്ടോ ചീപ്പോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകും. ഞാൻ ഈ പുലി പ്രസവിച്ച കുഞ്ഞുങ്ങളെ കാണാൻ ചെന്നിട്ട് ഇതൊന്നും ഇല്ലാതെ ചെന്നത്. ഇതിഷ്ടപ്പെട്ടില്ല, കയ്യിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ചീറ്റൊരു വരവാ. ഭയങ്കര ദേഷ്യമായിപ്പോയി. എന്നാലും എൻ്റെ ഫോൺ എവിടെ പോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ ഫോൺ പോയിന്നേ. ഫോണ് ഞാൻ ചെയ്തോണ്ടിരുന്ന എൻ്റെ മറ്റേ ഇപ്പോൾ ഒരു പുതിയൊരു ആൾ വന്നിട്ടുണ്ടല്ലോ, എന്നെ പാപ്പാളി ഒരുത്ത് വന്നിട്ടുണ്ടല്ലോ. പാപ്പാളി ആനെ നോക്കുന്ന മനെ പാപ്പാളി. അത് മലയാളികളെ പാപ്പ എന്ന് പറയും. പക്ഷെ ഇവൻ ബംഗാളിയാ, അതുകൊണ്ട് ഇവനെ പാപ്പാളി എന്ന് വിളിക്കുന്നത്. ഇവനാള് ബംഗാളിയാ. സങ്കടം വരും ഇതൊക്കെ പറയുമ്പോ. അല്ല, എൻ്റെ പുതിയ ആപ്പിളിൻ്റെ ഫോൺ, ഈ ആപ്പിളിൻ്റെ ഫോൺ ഇവൻ എടുത്തോണ്ട് ഒരാനയുടെ മുമ്പിൽ ചെന്ന് സെൽഫി എടുത്തു. ആ മൃഗം വിചാരിച്ചത് പുതിയ ആപ്പിൾ ഐറ്റം എന്ന് പറഞ്ഞ് എടുത്തങ്ങ് വിഴുങ്ങുന്നു എൻ്റെ ഫോണ്. ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? അത് വിണ്ടോടല്ലേ എൻ്റെ ഫോൺ കിട്ടത്തുള്ളൂ. കഷ്ടമാണ്. എടാ ഏടി ഒപ്പിക്കാൻ പറഞ്ഞ ഇവനൊക്കെ എവിടെ കിടക്കുന്നാടാ? ആ ജിറാഫ് തുമ്മി മരിക്കുമല്ലോ. അല്ല കലേശേട്ടാ, ഈ പുള്ളി ശരിക്കും മൃഗ ഡോക്ടറാണോ അതോ കള്ളിന്റെ ഡോക്ടറാണോ? കാരണം പറഞ്ഞ കാര്യത്തിലൊക്കെ ഒരു ആൽക്കഹോളിന്റെ ടച്ച് എല്ലാത്തിലും ഉണ്ട്. അതാണ് എന്തായാലും ദൈവം സഹായിച്ച് നമ്മുടെ ഇതിലെ മൃഗങ്ങൾക്കൊന്നും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ്, ഷോർട്ട് ബ്രേക്ക്. അവനെ പോയി ഇടിക്കുക. നിങ്ങൾ എന്താണിക്ക നോക്കിക്കണത്? അവനെ പോയി ഇടിക്കുക. കലേശേട്ടാ, അടുത്തതായി നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ ആരാണ് പെർഫോം ചെയ്യാൻ എത്തുന്നത്? 70 വയസ്സിലും ചെറുപ്പത്തോടെ ഈ വേദിയിലേക്ക് എത്തിച്ചേരുന്ന ആ വലിയ കലാകാരന് ഒരു വലിയ കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. കുറ്റ്യാടി നാണു മാസ്റ്റർ. സ്വാഗതം സർ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലേക്ക്.
ഇന്ന് ഈ വേദി ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദി സാക്ഷിയാകാൻ പോകുന്നത് അതെ എൻ്റെ ഒരു ഗുരുക്കന്മാരുടെ ഗുരുനാഥനായ നാണുമാഷിന്റെ പെർഫോമൻസിനാണ്. അതെ കലേശേട്ടൻ, ഞാൻ പറയുകയാണെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും, പ്രേക്ഷകർക്കും, ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വിദ്യ അത് സാർ തന്നെ പെർഫോം ചെയ്യുന്ന നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യവും ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലൂടെ ലഭിക്കുകയാണ്. എല്ലാവരും ചേർന്നൊരു വലിയ കൈയടി. താങ്ക് യു. ഞാൻ ഇദ്ദേഹത്തെ അസിസ്റ്റ് അപ്പൊ സാർ ഞാൻ അവിടെ ഇരിക്കുകയാണ്. ശരി, താങ്ക് യു. ബ്ലേഡ് കൊണ്ടുള്ള വിദ്യയാണ്. നിങ്ങൾക്കറിയാം, എളുപ്പത്തിൽ അപകടം സംഭവിക്കാവുന്ന ഒരു ഉപകരണമാണ് ബ്ലേഡ്. അങ്ങനെയുള്ള ബ്ലേഡ് കൊണ്ടുള്ള ഒരു വിദ്യയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ബ്ലേഡ് തന്നെയാണ്. പുതിയ ബ്ലേഡ് കൊണ്ട് മാത്രമേ പേപ്പർ മുറിയൂ, അതറിയാലോ. പുതിയ ബ്ലേഡ് കൊണ്ട് പേപ്പർ മുറിയണമെങ്കിൽ പുതിയ ബ്ലേഡായിരിക്കണം. ഓക്കെ, എത്ര എണ്ണമായിരുന്നു വിളിച്ചത്? 5. അപ്പൊ ഇനി ഒന്നുകൂടി ഓരോന്നായി വിഴുങ്ങിയ ബ്ലേഡുകൾ ഒരു മാലയായി വന്നിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കുന്നു നോക്കാം. ഇനി ഈ ബ്ലേഡുകൾ ഒരുമിച്ച് വിഴുങ്ങുകയാണ്. 5 ബ്ലേഡുകൾ ഒരുമിച്ച്, മാല ഒരുമിച്ച്.
ശ്രുത ഡാൻസ് കളിക്കാൻ റെഡിയാണോ? ഞാൻ റെഡിയാണ്. ഞാൻ എപ്പോഴും റെഡിയാണ്. ശ്രുത ഏറ്റവും മനോഹരമായിട്ട് ഡാൻസ് കളിപ്പിച്ച ആരാണെന്ന് അറിയാമോ? ആരാണ്? യോന സാറ്. യെസ്. യോന സാറിന്റെ കൂടെ ഒരു ഗ്ലാസും വെച്ചിട്ട് ശ്രുതയുടെ ഡാൻസ് കാണാറുണ്ട്. എന്തായിരുന്നു ഡാൻസ്? നല്ല രസമായിരുന്നു. എനിക്ക് നെക്സ്റ്റ് എന്താണ് സംഭവിക്കുക എന്നറിയാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്ര ഇൻവോൾവ് ആവാൻ പറ്റിയില്ല. അതെ അതെ, എവിടെന്നെങ്കിലും എന്തെങ്കിലും പണി വരുന്നുണ്ടോ എന്ന് ടെൻഷൻ അടിച്ചായിരുന്നു. ചമ്മലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ ഇത്തവണ യോന സാർ വരുന്നത് ചാപ്ലിൻ വേഷത്തിലല്ല, മറ്റൊരു വേഷത്തിലാണ്. ചാപ്ലിൻ അല്ലാതെ ഏറ്റവും കൂടുതൽ കോമഡി എന്ത് വേഷമാണ്? സാധാരണ ചാപ്ലിൻ അല്ലാതെ നമ്മളൊക്കെ ചിരിക്കുന്നത് എന്ത് വേഷം കാണുമ്പോഴാ? സർക്കസുമായിട്ട് ബന്ധമുണ്ട്. ക്ലൗൺ. യെസ്. യോന സാർ വരുന്നു നമ്മളെയൊക്കെ ചിരിപ്പിക്കാനായി, ചിന്തിപ്പിക്കാനായി, മാജിക്കുകളുമായി ക്ലൗൺ വേഷത്തിൽ.
യോന സാറ് കുറേ വർഷം മുമ്പാണ് ഇതുപോലെ ഒരു ക്ലൗൺ ആക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് എന്ന് പറഞ്ഞപ്പോൾ ഇത് എന്നാ ഷോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ ഒരു സർക്കസ് കൂടാരത്തിലാണ് ഈ ഷോ നടക്കുന്നത്. അപ്പോൾ ഞാൻ മുന്നാടി പിന്നെ ചെയ്ത ഷോ உங்களுக்கு ஞாபகம் இருக்காന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് റിഹേഴ്സൽ ചെയ്ത് ഒന്നുകൂടെ ചെയ്യാന്ന് പറഞ്ഞു. അന്ന് പിന്നെ ക്ലൗൺ വേഷം കെട്ടി സാറ് പിന്നെ ഒരുപാട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇത് 10 വർഷത്തിന് ശേഷം ഈ സർക്കസ് കൂടാരം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് യോന സാറ് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഷോയാണ്. അപ്പോൾ ആ യോന സാറിന് ഒരു വലിയ കയ്യടി. എന്താന്ന് വെച്ചാൽ ഈ സർക്കസിലെ ക്ലൗൺ വേഷം ചെയ്യുന്ന ആൾക്കാർ വല്ലാതെ ചിരിപ്പിക്കും, അതിനകത്ത് ഒരുപാട് ചിരിപ്പിക്കും. പക്ഷെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു പക്ഷേ അവർ കരഞ്ഞോണ്ടായിരിക്കും ചിരിപ്പിക്കുന്നത്. ആ കരഞ്ഞോണ്ട് ചിരിപ്പിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേഷനാണ് സാറിൻ്റെ ഈ പെർഫോമൻസ്. ഒരുപാട് സന്തോഷം. ഇനിയും വരണം. സാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അടുത്ത ഷെഡ്യൂൾ വിളിക്കുമ്പോൾ വരണം എന്ന് നമ്മുടെ ഒരു അഭ്യർത്ഥനയുണ്ട്. സാറിൻ്റെ തമാശ പരിപാടികളൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കൈയടി കേട്ടില്ലേ? കണ്ടിപ്പാ. I am an actor. 120 dramas I will acting after come this field. ஐயோ, அது எனக்கு தெரியாது சார். சார், நீங்க ஆக்டர் தானே? முதல்ல இவர் இப்போ ஆக்டர். ட்ராமா மாதிரி ரியாலிட்டி மாதிரி இருக்கும் இவரோட ஆக்டிங். எல்லாருக்கும் ரொம்ப இங்கே ரொம்ப பிடிச்ச ஆக்டர் இவர். எனக்கு லைஃப்பில் இன்னைக்கு அபவ் 8000 ஷோ கிராஸ் பண்ணியாச்சு, மேஜிக் ஷோ. எனக்கு ஒரு ஆசை இருக்குது. எங்கள் ஊரில் ஒரு ட்ராமா பண்ணணும், எங்கள் ஃப்ரெண்ட்ஸ் எல்லாம் வச்சு ஒரு ட்ராமா பண்ணணும். அது மட்டும்தான் என்னோடய இமேஜினேஷன், ஹாப்பி எல்லாம் அது மைண்டில் இருந்துகிட்டே இருக்குது. அது அந்த ஒரு ட்ராமா பண்ணி தான் இது என் லைஃப் செட்டில் ஆகும். அந்த மைண்ட் செட் ரியலி ஹாப்பி. நான் உங்கள் எல்லாத்துக்கும் எவ்வளோ மேஜிக் பண்ணுச்சு. நீங்கள் ஏதாவது ஒரு ஆக்ட் பண்ணி காமிங்க. ഒരു ഡയലോഗെങ്കിലും പറഞ്ഞു കൊടുക്ക്. അവനെ ഇടിക്കേട്ടാ, അവനെ പഞ്ഞിക്കിടിയേട്ടാ, ഒരു ഡയലോഗ്. நீங்க எந்த படம் ஃபிலிம் பண்ணிருக்கு அதுல ஒரு டயலாக் பறஞ்சா மதி. மட்டும் தான் நான் இப்போ டயலாக் பண்ணேன். അവനെ ഇടിക്കേട്ടാ അത് പറയണം. നേരത്തെ ചേട്ടനെ പഞ്ഞിക്കിട്ടിട്ട് പോയതല്ലേ? ചേട്ടനെ ലൈക്കാണ്. ചെല്ലിക്ക, അവനെ പോയി ഇടിക്കുക. നിങ്ങൾ എന്താണ് നോക്കിക്കണത്? അവനെ പോയി ഇടിക്കുക. യോന സാർ കരഞ്ഞുകൊണ്ട് ചിരിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഷോ ഡെഡിക്കേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സർക്കസ് കൂടാരത്തിൽ ചിരിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. നല്ല വളരെ പ്രൊഫഷണലായിട്ട് നമ്മളെയൊക്കെ ചിരിപ്പിക്കുന്ന ചിരിയുടെ രാജാക്കന്മാർ. അവരെയും കൂടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരെയും நெஞ்சு பயப்பட நினைக்கலையே. என் கட்டையும் ஒரு நான் சாயலா, என் கண்ணுல முகம் போகுமா, நான் வண்ணுக்குள்ள ஒன்றரப்பு மனசு. എനിക്ക് ആ ചേച്ചി ഒന്ന് ഹഗ് ചെയ്യണമെന്നുണ്ട്. சுத்தி ஒரு வண்டி வருகிறேன், சத்தியமும் சத்தியமும்.
ഈ ബിസ്ക്കറ്റ് കഴിക്കുന്നത് സിംഹം തന്നെ വേണം എന്നുണ്ടോ? കടുവയാലും കുഴപ്പമില്ല. അല്ല, കടുവയും സിംഹവും മറ്റു മൃഗങ്ങളൊന്നും അല്ലാതെ ഞാൻ കടിച്ചെടുത്താൽ വല്ല കുഴപ്പമുണ്ടോ? ਜੇ ਮੈਨੂੰ